അക്കൗണ്ടിങ് ഇക്വേഷനിലൊരു ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഏതാ കറക്റ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അക്കൗണ്ട് ഇക്വേഷൻ എന്താ ഫോർമുല വരുന്നത്? അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് എന്ന് പറയുന്നത് ലൈബിലിറ്റിക്കും ക്യാപിറ്റലിനും ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അസറ്റ് വന്നിട്ടുണ്ട്, ലൈബിലിറ്റി വന്നിട്ടുണ്ട്, ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുകയാണേ. 7,85,000 എന്ന് പറയുന്നത് 1,25,000 പ്ലസ് 6,60,000 ആണെന്ന്. ആണെന്നാണ് അവർ പറയുന്നത്. കറക്റ്റാണോ നമുക്ക് നോക്കാം. അതായത് 1, 6, 7, 8 പിന്നെ 5. ഓക്കെ, കറക്റ്റാണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലാണ്. ഫസ്റ്റ് ഇക്വേഷൻ തന്നെ കറക്റ്റാണ്. ഇനി ജസ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് നോക്കിയാലോ. 8,20,000 എന്ന് പറയുന്നത് 2,80,000 പ്ലസ് 11,00,000. അത് റോങ് ആണ്. കാരണം അസറ്റ് ഇവിടെ 8,20,000 നോക്കിക്കേ, ക്യാപിറ്റൽ 11,00,000 ആയി. അപ്പോൾ കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് റോങ് ആണ്. ഇത് കറക്റ്റാണ്, ഇത് റോങ് ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, 9,55,000 തന്നിട്ടുണ്ട്. പിന്നെ സി ഓപ്ഷൻ, ഇത് സി ആണ്, ഇത് ബി ആണ് കേട്ടോ, ഇത് എ ആണ്. ഓക്കെ, 9,55,000, 1,50,000 പിന്നെ 8,20,000. അപ്പോൾ നോക്കിക്കേ, ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 10,00,000 എബവ് കിട്ടും അല്ലേ? അപ്പോൾ ഒരിക്കലും ഇത് ഈക്വൽ അല്ല. അപ്പോൾ ഇതും റോങ് ആണ്. ലാസ്റ്റ് വേണ്ട നോക്കിയാലും 5,42,000 തന്നിട്ടുണ്ട്. 6,54,000 പ്ലസ്, അത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം 5,42,000 കൂടുതലാണ് എന്ത് 6 നമ്മുടെ ലയബിലിറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും റോങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 4 ചെയ്ത് നോക്കണ്ട കേട്ടോ, ചെയ്യാൻ നോക്കണ്ട. നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് അവിടെ വെച്ച് നിർത്തുക. ഏതെങ്കിലും ഒന്നായിരിക്കും കറക്റ്റ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു.